ഇന്ന് കുറച്ച് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാനാണേ. കടയിൽ നിന്ന് വാങ്ങിച്ചതങ്ങ് തീർന്നു പോയി. ഇഷ്ടപ്പെട്ട സാധനമല്ലേ. അപ്പോൾ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഈസിയെന്ന് തോന്നി. കുറച്ച് പച്ചക്കപ്പലണ്ടി ഉണ്ടായിരുന്നു, അതെടുത്ത് വറുത്തു. തൊലിയൊക്കെ കളഞ്ഞ് രണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും ചെയ്യാൻ പോയില്ല. നമുക്ക് സമയമില്ല. പിള്ളേരൊക്കെ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുക, അവർ ഇറങ്ങുന്നതിന് മുന്നേ ഈ പണി തീർക്കണം. അപ്പോൾ പിന്നെ ഒട്ടും വൈകിയില്ല. കുറച്ച് ശർക്കര എടുത്ത് ചീകി പാത്രത്തിലിട്ട് അതൊന്ന് ഉരുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു. എത്ര വലുതായാലും നമുക്ക് ഈ ഒരു ടേസ്റ്റ് അത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഈ സമയം കൊണ്ട് തന്നെ അത് ശർക്കര ഉരുക്കി അത് ചൂട് മാറി കഴിഞ്ഞപ്പോഴത്തേനും ഞാനത് അരിച്ച് വീണ്ടും അതിലേക്ക് ഇട്ടു. ബേക്കിംഗ് സോഡ ഇട്ടു. എന്തിനാണെന്നും അറിയില്ല, നമ്മുടെ യൂട്യൂബിൽ കണ്ടതാണ്. അതിലേക്ക് നമ്മൾ ഈ കപ്പലണ്ടി ഇട്ടു. നന്നായിട്ട് ഇളക്കി. ഒരു സന്തോഷം. ഇവിടെ നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, എന്തോ ഒരു വശവശക്ക്. പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. നെയ്യ് പുരട്ടിയ ഗ്ലാസ് വെച്ചൊക്കെ ഉറപ്പിച്ചൊക്കെ വെച്ചു. പക്ഷേ അതങ്ങോട്ട് ഒട്ടുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ശർക്കരപ്പാനി കുറവായിരുന്നെന്ന്. എനിക്കാകെ അങ്ങ് സങ്കടമായി. സമയമില്ലാ സമയത്ത് ചെയ്തു വെച്ച കാര്യങ്ങളാണ്. പിന്നെ ഒട്ടും വൈകിയില്ല. അതിൽ തന്നെ കുറച്ചുകൂടെ ശർക്കരപ്പാനി എടുത്ത് ഞാൻ ഒന്നുകൂടെ ചെയ്തു. ക്യാമറ സെറ്റ് ചെയ്യാൻ പോയതാണ്. ആ ശർക്കര അങ്ങ് വരണ്ടുപോയി. അത് മുമ്പത്തേനെക്കാട്ടി കുറച്ചുകൂടെ അങ്ങ് ഡ്രൈ ആയിപ്പോയി. എനിക്കങ്ങ് ആകെ വിഷമായിപ്പോയി. വിട്ടു കൊടുക്കുമോ? അത് ഞാൻ തന്നെ തിന്നു തീർത്തു. 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇച്ചിരി ഏറെ ശർക്കരപ്പാനി ഞാനങ്ങ് എടുത്തു. കപ്പലണ്ടിയൊക്കെ രണ്ടായിട്ടെടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. ക്യാമറയൊന്നും ഞാൻ നോക്കാൻ പോയില്ല. ദാ എല്ലാം ചടപടയെന്ന് അതിലേക്ക് ഞാൻ ഈ ബാറ്റർ കൊണ്ട് ഒഴിച്ചു വെച്ചു. ഇത്തവണ എനിക്ക് വലുതായിട്ടൊന്നും വശവശക്ക് തോന്നിയില്ല. നിങ്ങൾക്കും തോന്നത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ദാ എന്ത് ഭംഗിയാണ് കാണാൻ. അടിപൊളിയല്ലേ. എനിക്കാണെങ്കിൽ അങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ മേല. ഇതാ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഫോയിൽ പേപ്പറിൽ നിന്ന് അത് നന്നായിട്ട് ഇളകി വരും. ഇതൊക്കെ തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു കുക്ക് ചെയ്യുന്ന ഒരാളുടെ സന്തോഷം. പക്ഷേ ഇതിനകത്ത് ഉണ്ടായ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശർക്കര അധികമായിപ്പോയി. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് സാധനം റെഡിയായി കിട്ടിയില്ലേ. കണ്ടോ, അതിൻ്റെ താഴെ കുറച്ച് ശർക്കര അധികമായിട്ട് വന്നു. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് വരാനായിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു. ഇത്തവണ എന്തായാലും അത് നന്നായിട്ട് വന്നു. ഒത്തിരി സന്തോഷം. ഇതിനെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ച് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. എന്നെങ്കിലും ഇതൊക്കെ ശരിയാകും ചെയ്യാൻ പറ്റാത്തവർക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.